ഒരു വ്യക്തിയുടെ ആമുഖം അവൻ്റെ മുഖത്ത് നിന്ന് ആരംഭിക്കാമെങ്കിലും അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ സംസാരമാണ്. നിങ്ങളുടെ ബലഹീനതകൾ ആളുകളോട് വെളിപ്പെടുത്തരുത്. കാരണം ആളുകൾ പലപ്പോഴും നിങ്ങളുടെ ബലഹീനതകൾ തെറ്റായ സമയത്ത് സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. നിങ്ങൾ വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയപ്പെടുന്നത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അതിനാൽ വിജയിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. വാക്കുകൾക്ക് അതിൻ്റേതായ രുചിയുണ്ട്. ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അത് സ്വയം രുചിച്ച് നോക്കുക. നിങ്ങൾക്കത് സ്വയം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്ക് അതെങ്ങനെ ഇഷ്ടപ്പെടും? എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യും. എനിക്കറിയാത്തത് ഞാൻ പഠിക്കും. ഇതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന മന്ത്രം. കത്രികയ്ക്ക് മരം മുറിക്കാൻ കഴിയില്ല. കോടാലിക്ക് മുടി മുറിക്കാനും കഴിയില്ല. ഓരോ മനുഷ്യനും വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ജീവിതത്തിൽ ഒരു അവസ്ഥയും സ്ഥിരമല്ല. എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. പരിഗണന ഒരു സംസ്കാരമാണ്. അതാണ് ബന്ധങ്ങൾ ജനിപ്പിക്കുന്നത്. പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ബന്ധങ്ങൾ വളരും. നല്ല വാക്കും പുഞ്ചിരിയുമാകണം ഓരോ വ്യക്തിയുടെയും മുഖമുദ്ര. ബന്ധങ്ങൾ വളരാനുള്ള ആദ്യ പടിയാണിത്. നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങൾ നേരിട്ട വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരാക്കുന്നു. നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങളെ കൂടുതൽ വിദഗ്ധരാക്കുന്നു. നിങ്ങൾ ആർജിക്കുന്ന അനുഭവജ്ഞാനം നിങ്ങളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നഷ്ടം മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതിരിക്കുക. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ തേടരുത്. തനിച്ചാക്കപ്പെടുന്ന ഒരു ദിവസം അത് നിങ്ങളെ ഏകാകിയും ദുഃഖിതനുമാക്കും. മറവി കൊണ്ട് മുറിവുണക്കാമെന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി. ആരെപ്പറ്റിയും മോശമായി ഒന്നും പറയാതിരിക്കുക. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും പരിഹാരം കാണരുത്. ഇത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ്. ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ്. അറിവ് പരിമിതമാണ്. അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു, പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു, പരിണാമത്തിന് ജന്മം നൽകുന്നു. ദയ, സ്നേഹം ഇത് രണ്ടും ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ കാണാം. അതിനാൽ നല്ല മനുഷ്യർ ആവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. പരിധികൾ സ്വയം നിർണയിച്ച് ഒരു കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവരുത്. നിങ്ങളുടെ മനസ്സ് എത്രയും ദൂരം ചെന്നെത്തുന്നുവോ അത്രയും ദൂരം പോകുവാൻ നിങ്ങളും തയ്യാറാവുക. ഓർക്കുക, വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും പ്രവർത്തിക്കുവാനും സാധിക്കും.